നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 7-ാം തീയതി ഞായറാഴ്ച മുതൽ ജനുവരി 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന വാരം ബുധന് മാത്രമാണ് സ്ഥാനമാറ്റം അല്ലെങ്കിൽ രാശിമാറ്റം സംഭവിക്കുന്നത്. വൃശ്ചികം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ ധനുരാശിയിലേക്ക് വരുന്നു. ഈ വരുന്ന 8-ാം തീയതി തിങ്കളാഴ്ചയാണ് ബുധന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റത്തോടു കൂടിയിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ട് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. സൂര്യനും ചൊവ്വയും വ്യാഴവും ശുക്രനും ശനിയും ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നർത്ഥം. കഴിഞ്ഞ ആഴ്ചയിലും ഈ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഈ വരുന്ന ആഴ്ചയിലും ഈ ഗ്രഹങ്ങളെ കൊണ്ടുള്ള രാശിമാറ്റം ഒന്നും സൂചിപ്പിക്കുന്നില്ല. ബുധൻ മാത്രമാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രങ്ങളുടെയും ബുധനെ കൊണ്ടുള്ള മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനു മുന്നേ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നവർക്കും എനിക്കും ആവർത്തന വിരസതയും ഒഴിവാവും, സമയവും ലാഭം. പുതിയതായിട്ട് കാണുന്നവർക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ഫലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വരുന്ന വാരം ബുധന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധനെ കൊണ്ടുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ഫലത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഫലം മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 8-ാം തീയതി വരെ ബുധൻ 8-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 9-ലേക്കാവും. 8-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, സന്താനങ്ങൾ നിമിത്തം ഗുണങ്ങൾ അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക, വളരെ നല്ല രീതിയിൽ തന്നെ ധനപുഷ്ടി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, മനസ്സിന് സന്തോഷം ഉണ്ടാവുക. 8-ാം തീയതി വരെ മാത്രമാണ് ഈ ഫലം. 9-ലേക്ക് ബുധൻ വരുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധേന രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. ഇടവക്കൂറുകാർക്ക് 8-ാം തീയതി വരെ 7-ലാണ് ബുധൻ. കലഹം മോശഫലത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. 8-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനപുഷ്ടി വന്നു ചേരുക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക, ഏത് കാര്യങ്ങളിലും നിപുണത വന്നു ചേരുക. അപ്പൊ ബുധനെ കൊണ്ടാണ് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ 8-ലേക്ക് ബുധൻ വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക, ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതായത് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ മനസന്തോഷം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇടവക്കൂറുകാർക്ക്. മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാലം മിഥുനക്കൂറുകാർക്ക് 8-ാം തീയതി വരെ ബുധൻ 6-ലാണ്. 6-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബുധനെ കൊണ്ട് കാര്യജയം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, സ്ഥാന അഭ്യുന്നതി ഉണ്ടാവുക, തൊഴിലിടത്തിലൊക്കെ നമുക്ക് പ്രൊമോഷൻ ലഭിക്കുക. വളരെ നല്ല ഫലമാണ് തിങ്കളാഴ്ച വരെ പറയുന്നത്. പക്ഷേ അതിനുശേഷം 6-ൽ നിന്ന് 7-ലേക്ക് ബുധൻ വരുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും അത്ര നല്ല ഫലമല്ലല്ലോ, ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. പുണർതം, കാല, പൂയം, ആയില്യം, കർക്കിടക കൂറുകാർക്ക് ബുധൻ 8-ാം തീയതി വരെ 5-ലാണ്. ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ 8-ാം തീയതി മുതൽ 6-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബുധനെ കൊണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യജയം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, സ്ഥാനലബ്ധി ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ജോലി സ്ഥലത്തൊക്കെ നമുക്ക് പ്രൊമോഷൻ ലഭിക്കുക. അപ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കർക്കിടകക്കൂറുകാർക്ക് ബുധൻ 6-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കർക്കിടകക്കൂറുകാർക്ക് 6-ലേക്ക് ബുധൻ വരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ചിങ്ങക്കൂറുകാർക്ക് ബുധൻ 8-ാം തീയതി വരെ 4-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, പലവിധേന ധനലാഭം ഉണ്ടാവുക.
പക്ഷേ 8-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു. ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുക. നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടായാൽ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും, എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഉത്രം മുക്കാല് അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് 8-ാം തീയതി വരെ ബുധൻ 3-ലാണ്. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനസികമായിട്ടുള്ള ഭയം, ശത്രുഭയം ഉണ്ടാവുക. അതായത് ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയമാണ് സൂചിപ്പിക്കുന്നത്. 8-ാം തീയതി വരെയുള്ളൂ കേട്ടോ. മാനസികമായിട്ടുള്ള ഭയം മോശഫലമാണല്ലോ. 8-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് ബുധൻ വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബത്തിന്, നമ്മളുടെ കുടുംബത്ത് അഭിവൃദ്ധി വന്നു ചേരുക, പല വിധേന ധനലാഭം ഉണ്ടാവുക, നമ്മളുടെ ബന്ധുക്കൾക്കും കുടുംബത്തിനും ഒക്കെ അഭിവൃദ്ധി വന്നു ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഫലമല്ലേ നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് വരിക. ചിത്തിരാര ചോദ്യം വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് ബുധൻ നിൽക്കുന്നത് 8-ാം തീയതി വരെ 2-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുമ്പോൾ വാക്കിന് ശോഭ ഉണ്ടാവുക, പല വിധേന ധനലാഭം ഉണ്ടാവുക. പക്ഷേ 8-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ അകാരണമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം നമുക്ക് ദുഃഖങ്ങൾ വന്നു ചേരുവോ, ദുരിതങ്ങൾ വന്നു ചേരുവോ എന്നുള്ളൊരു മോശഫലം. മാനസികമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഭയവും മോശഫലമാണല്ലോ. അപ്പോൾ ഇതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വിശാഖം കാലകാലിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് 8-ാം തീയതി വരെ ബുധൻ ജന്മത്തിലാണ് നിൽക്കുന്നത്. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. ജന്മത്തിൽ നിന്ന് 8-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, നമ്മുടെ വാക്കുകൾക്ക് വില വന്നു ചേരുക, അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 2-ലേക്ക് ബുധൻ വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 2-ലേക്ക് വരുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന വാരം. മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറുകാർക്ക് ബുധൻ 12-ലും ജന്മത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. 8-ാം തീയതി വരെ 12-ൽ, അതിനുശേഷം ജന്മത്തിലേക്കാവും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് ധനുക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 8-ാം തീയതി വരെ 12-ൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗപീഠകൾ വന്നു ചേരുക. 8-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര മകരക്കൂറുകാർക്ക് ബുധൻ 8-ാം തീയതി വരെ 11-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ 12-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു. 8-ാം തീയതിക്ക് ശേഷം 11-ൽ നിൽക്കുമ്പോൾ കാര്യജയം ഉണ്ടാവുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, വാക് മാധുര്യം ഉണ്ടാവുക, ഭാര്യ പുത്ര ബന്ധു സഹവാസം, കുടുംബത്ത് സുഖമായിട്ടിരിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വളരെ നല്ല ഫലം വന്നു ചേരുക. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ 8-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടവരിക, അതേപോലെ തന്നെ പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. അവിട്ടത്തര ചതയം പോരൂട്ടാതി മുക്കാല് കുംഭക്കൂറുകാർക്ക് ബുധൻ നിൽക്കുന്നത് 10-ലും 11-ലുമായിട്ടാണ്. 8-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 8-ാം തീയതി വരെ 10-ൽ നിൽക്കുമ്പോൾ തൊഴിലിടമാണല്ലോ 10. തൊഴിൽപരമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക. എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഫലം. ശത്രുനാശം ഉണ്ടാവുക. ശത്രുക്കൾ നിമിത്തം തന്നെ ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത കാലയളവ്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ഏൽക്കാതിരിക്കുക. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 11-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഫലമാണ്. വാക്മാധുര്യം ഉണ്ടാവുക. നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. പലവിധേന ധനലാഭം ഉണ്ടാവുക. ബഹുധനലാഭം എന്ന് തന്നെയാണ് പറയുന്നത്. പലവിധേന ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക. കാര്യവിജയം ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിപുണത വന്നു ചേരുക. സുഖം അനുഭവിക്കുക. കുടുംബത്തെ ബന്ധുക്കളോടുകൂടി സുഖമായിട്ട് വസിക്കുക. ഭാര്യ പുത്ര ബന്ധു സഹവാസം. അപ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ
വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 11ലേക്ക് ബുധൻ വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് കുംഭക്കൂറുകാർക്ക് 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പൂരൂരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 8-ാം തീയതി വരെ ബുധൻ 9ലാണ്. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന മോശഫലത്തെയായിരുന്നു സൂചിപ്പിക്കുന്നത് എങ്കിൽ 10ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ാം തീയതിക്ക് ശേഷം നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ ശുഭഗ്രഹമായിട്ടുള്ള ബുധൻ 10ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക, ശത്രുനാശം ഉണ്ടാവുക, ശത്രുക്കളുടെ ഒരു ഉപദ്രവവും നമ്മളിലേക്ക് വന്നു ചേരാത്ത വളരെ നല്ല കാലയളവ്, പലവിധേന നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് വന്നു ചേരുക. മീനക്കൂറുകാർക്ക് ബുധൻ 10ലേക്ക് വന്നു ചേരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ ഗൂഗിൾ പേയും വാട്സപ്പും ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ ദശാപഹാരവും മഹാദശയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.